إن الحمد لله ونعمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد الله أكبر كبيرا والحمد لله كثيرا وسبحان الله بكرة وأصيلا اللهم لا سهل إلا ما جعلته السهلا وأنت تجعل الحسن إذا شئت السهلا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب زدنا علما. പ്രിയപ്പെട്ട സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, ഇങ്ങനെ ഒരു സ്പീച്ച് നടത്താൻ തൗഫീക്ക് നൽകിയ റബ്ബിന് സർവസ്തുതിയും. ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കർ എന്ന ഈ കോഴ്സിൽ എന്നെ ഇതിന് പ്രാപ്തിയാക്കിയ മുംതസയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടുള്ള ദീർഘായുസ്സും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മിഷ്കാത്ത് എന്ന ഈ പ്ലാറ്റ്ഫോമിൽ ആയിഷമാവിനും ഹസീനത്താക്കും ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും തക്കതായ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. ആമീൻ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എന്റെ റസൂലിനെ കുറിച്ചാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ റസൂലിനെ കുറിച്ച് പറയാനോ ആധികാരികമായി സംസാരിക്കാനോ എന്റെ റസൂലിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് എടുക്കാനോ എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ എന്നോട് ഓർമ്മപ്പെടുത്താൻ എന്ന നിലക്കാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതൊരു വാക്കും നാം മറ്റുള്ളവരോട് പറയുമ്പോഴും അത് ആദ്യം കേൾക്കുന്നത് നാം തന്നെയാണല്ലോ. സുബ്ഹാനല്ലാഹ്. പ്രിയ സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്. അതിനുള്ള തൗഫീക്ക് റബ്ബ് സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അത് എണ്ണമറ്റതാണ്. നമുക്ക് ഒരിക്കൽ പോലും എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തത് അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹത്തിൽ തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകിയെന്നത്. അതുപോലെ തന്നെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മെ സ്നേഹിക്കുന്ന ഒരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകി എന്നുള്ളത്. അൽഹംദുലില്ലാഹ്. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് അല്ലാഹു നമുക്ക് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാർഗദർശകനായി അയച്ചു എന്നത്. പരിശുദ്ധ ഖുർആൻ ആൽ ഇംറാനിൽ 164-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. തീർച്ചയായും സത്യവിശ്വാസികളിൽ അവരിൽ നിന്നും തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിക്കുക വഴി അള്ളാഹു മഹത്തായ അനുഗ്രഹമാണ് അവർക്ക് നൽകിയിട്ടുള്ളത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓതിക്കേൽപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് ഗ്രന്ഥവും ജ്ഞാനവും നൽകുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു ദൂതന് അവരാകട്ടെ മുമ്പ് വ്യക്തമായി വഴികളിൽ തന്നെയായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല അവരിൽ നിന്നുള്ള ഒരു പ്രവാചകനെ നമുക്ക് തന്നു എന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഏറ്റവും വലിയ അനുഗ്രഹത്തിൽപ്പെട്ടതാണ്. ആ അനുഗ്രഹത്തിന് കൃത്യമായി നന്ദി കാണിക്കാനും ആ പ്രവാചകനെ സ്വന്തം ജീവനേക്കാൾ തിരിച്ചു സ്നേഹിക്കാനും ഞാനും നിങ്ങളും കടപ്പെട്ടവരാണ്. ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ. ലോകത്തിനായി കാരുണ്യമായിട്ടാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് സ്വന്തത്തെക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത്. നമ്മുടെ നബിക്ക് എന്തെല്ലാം പ്രത്യേകതകളുണ്ടോ അതെല്ലാം നാം ഒരു സംശയം കൂടാതെ വിശ്വസിക്കേണ്ടതാണ്. സൂറ ഹുജറാത്തിൽ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു
അള്ളാഹുവിലും അവന്റെ പ്രവാചകരിലും വിശ്വസിക്കുകയും പിന്നീട് യാതൊരു സംശയവും അതിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരാവുന്നു യഥാർത്ഥ വിശ്വാസികൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്കുക. നമുക്ക് ഏറെ ആവശ്യപ്പെട്ട കാര്യം ഒരാൾ നമുക്ക് ചെയ്തു തന്നാൽ ആ വ്യക്തിയോട് ഞാനും നിങ്ങളും എത്രമാത്രം കടപ്പെട്ട ഒരാളായി അല്ലേ? എന്നാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഹിദായത്ത് എന്നുള്ള സന്മാർഗത്തിലേക്ക് നമ്മെ നയിച്ച, സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു തന്ന, നരകമോചനത്തിന് വേണ്ടി സഹായിച്ച ആ പ്രവാചകനോട് നാം എത്രമാത്രം കടപ്പെട്ടിട്ടുണ്ട് എന്ന് ആലോചിച്ചു നോക്കൂ സഹോദരിമാരെ. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കപ്പെട്ട വിവരമറിഞ്ഞ് ഓടിക്കിതച്ച് വരികയായിരുന്നു ഒരു സഹാബി വനിത. അപ്പോഴാണ് അവരുടെ ഭർത്താവും മകനും പിതാവും സഹോദരങ്ങളും വധിക്കപ്പെട്ട വിവരം ആരോ പറയുന്നത്. പക്ഷെ അവർക്ക് അറിയേണ്ടിയിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുണ്ടോ, അദ്ദേഹത്തിന് വല്ല അപകടവും സംഭവിച്ചോ എന്നതിനെ കുറിച്ചായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതനാണെന്ന് ഉറപ്പാക്കിയ ശേഷം അവർ പ്രഖ്യാപിച്ചു, പ്രവാചകരെ, അങ്ങ് സുരക്ഷിതനാണെങ്കിൽ മറ്റെല്ലാ ദുരന്തങ്ങളും എനിക്ക് നിസ്സാരമാണ്. സുബ്ഹാനല്ലാഹ്. അതേ കൂട്ടുകാരെ, ഇന്ന് ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വിട പറഞ്ഞു എന്നതാണ്. പ്രിയ സഹോദരന്മാരെ, എത്രത്തോളം നാം റസൂലിനെ സ്നേഹിക്കണം. 9-ാം അധ്യായം സൂറത്ത് തൗബയിൽ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഖുൽ ഇൻ കാന ആബാഉകും ഔ അബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും ഔ വഅശീറതകും ഔ വഅംവാലു ഖതറഫ്തമൂഹാ വതിജാറത തഖ്ശൗന കസാദഹാ വമസാകീന തർളൗനഹാ അഹബ്ബ ഇലൈക്കും من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. നബിയെ പറയുക, നിങ്ങളുടെ പിതാക്കളും നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ സഹോദരങ്ങളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്തുക്കളും മാന്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവടവും നിങ്ങൾ തൃപ്തിപ്പെടുന്ന പാർപ്പിടങ്ങളും നിങ്ങൾക്ക് അള്ളാഹുവേക്കാളും അവന്റെ ദൂതനേക്കാളും അവന്റെ മാർഗത്തിലുള്ള സമരത്തെക്കാളും പ്രിയപ്പെട്ടതായിരുന്നാൽ, എന്നാൽ അള്ളാഹു അവന്റെ കൽപ്പന കൊണ്ടുവരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക. അള്ളാഹു ധിക്കാരികളായ ജനങ്ങളെ നേർവഴിയിലാക്കുന്നതല്ല. അപ്പോൾ അള്ളാഹുവും അവന്റെ പ്രവാചകനും അവന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുക എന്നതും നമുക്ക് നമ്മുടെ പിതാക്കളെക്കാൾ, നമ്മുടെ മക്കളെക്കാൾ, നമ്മുടെ ഇണകളെക്കാൾ, നമ്മുടെ കച്ചവടത്തെക്കാൾ, നമ്മുടെ കുടുംബത്തിനേക്കാൾ, നമ്മുടെ സമ്പത്തിനേക്കാൾ, നമ്മുടെ വീടിനേക്കാൾ, എല്ലാത്തിനേക്കാളും പ്രിയപ്പെട്ടതായി തീരേണ്ടതുണ്ട് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ നമുക്ക് സ്വന്തത്തെക്കാൾ പ്രവാചകനെ സ്നേഹിക്കാൻ കഴിയണം സഹോദരിമാരെ. അപ്പോഴാണ് ഒരു വിശ്വാസിയുടെ ഈമാൻ പരിപൂർണമാവുന്നു എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു തരുന്നു. സത്യവിശ്വാസികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വദേഹത്തേക്കാൾ അടുത്ത ആളാണെന്ന് അള്ളാഹു ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യരുടെ കൂട്ടത്തിൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവോടുള്ള ഇഷ്ടം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചക സ്നേഹം നിർബന്ധമായ ഒരു കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യുഅ്മിനു അഹദകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. തന്റെ മാതാപിതാക്കളെക്കാളും സന്തതികളെക്കാളും മുഴുവൻ മനുഷ്യരെക്കാളും ഞാൻ പ്രിയങ്കരനാകുന്നവരെ നിങ്ങളിൽ ആരും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല. അങ്ങനെയാണോ നമുക്കെല്ലാവർക്കും സഹോദരിമാരെ? ഒരു സത്യവിശ്വാസിക്ക് സ്വന്തം മാതാപിതാക്കളെക്കാളും സന്താനത്തെക്കാളും മുഴുവൻ മനുഷ്യരെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണം. അല്ല, സ്വന്തത്തെക്കാളും പ്രിയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണം. അന്നബി ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് സ്വദേഹത്തെക്കാളും അടുത്ത ആളാകുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഹിഷാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമായിരുന്നു. അവിടുന്ന് തന്റെ കൈ ഉമർ റളിയല്ലാഹുവിന്റെ ശരീരത്തിൽ വെച്ചു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ സ്വന്തം ദേഹം ഒഴിച്ച് മറ്റെല്ലാവരെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ അങ്ങാവുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല ഉമറേ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. നിന്റെ ശരീരത്തെക്കാൾ നീ എന്നെ സ്നേഹിക്കണം. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു,
അള്ളാഹുവാണ് സത്യം, അങ്ങാണ് എനിക്ക് എന്നേക്കാൾ പ്രിയപ്പെട്ടവൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ, ഇപ്പോഴാണ് തങ്ങളുടെ വിശ്വാസം ശരിയായത്. അള്ളാഹുവിനെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നതിന്റെ അനിവാര്യ ഫലമാണല്ലോ റസൂലിനെ സ്നേഹിക്കലും അനുസരിക്കലും. അഥവാ അത് രണ്ടും അർത്ഥത്തിൽ ഒന്ന് തന്നെ. മനുഷ്യന്റെ ഐഹിക പാരത്രികമായ നന്മക്കുള്ള ഏക നിദാനവും അത് തന്നെ. എന്നിരിക്കെ അതിനേക്കാൾ ഉപരിയായി മറ്റൊരു കാര്യവും ഒരു യഥാർത്ഥ സത്യവിശ്വാസിക്ക് ഉണ്ടായിരിക്കാൻ പാടില്ലല്ലോ. ഇപ്പോഴാണ് ഉമറെ തന്റെ വിശ്വാസം പരിപൂർണമായത് എന്ന തിരുവചനം ഈ വസ്തുതയാണ് ചൂണ്ടിക്കാട്ടുന്നത്. പ്രിയ സഹോദരിമാരെ, നാം ഓരോരുത്തരും തന്റെ സ്വന്തം ശരീരത്തെക്കാളും തനിക്ക് പ്രിയപ്പെട്ടതിനേക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണം. അതായത് സ്വന്തം താല്പര്യങ്ങൾക്കോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം താല്പര്യങ്ങളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യത്തിനാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്. സ്വന്തത്തെ കുറിച്ചുള്ള ഉത്കണ്ഠയേക്കാൾ അവിടുത്തെ കുറിച്ചുള്ള ഉത്കണ്ഠയായിരിക്കണം. അടിയന്തര ഘട്ടത്തിൽ സ്വന്തം ജീവൻ തന്നെ നൽകാൻ തയ്യാറാകണം. കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ആദർശം ജീവിതത്തിൽ നടപ്പിലാക്കുകയും അത് പ്രചരിപ്പിക്കാനും നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അവിടുത്തെ കൽപ്പനകൾക്കോ നടപടിക്രമങ്ങൾക്കോ യോജിക്കാത്തതൊന്നും സ്വീകരിക്കാനും പാടില്ല. അള്ളാഹുവിന്റെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൽപ്പനകളെ അക്ഷരാർത്ഥത്തിൽ പാലിച്ചവരായിരുന്ന സഹാബികൾ. അവരുടെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ബഹുമാനവും ഇഷ്ടവും ആദരവും നിറഞ്ഞ മറ്റൊരു വ്യക്തിയും ഉണ്ടായിരുന്നില്ല. ഹിജ്റയുടെ വേളയിൽ സ്വന്തം കട്ടിലിൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കിടത്തിക്കൊണ്ട് ഹിജ്റയ്ക്ക് വേണ്ടി പുറപ്പെട്ട ഒരു ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീന എന്ന തന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ പ്രവാചകന്റെ 4 ഭാഗത്തും നടന്നിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുവശത്ത് കൂടി നടക്കുമ്പോൾ ഇടതുവശത്ത് കൂടി ആരെങ്കിലും ആക്രമിക്കുമോ എന്ന് ഭയപ്പെട്ട് ഞാൻ ഇടത്തേക്ക് മാറും. അപ്പോൾ പിറകുവശത്തു നിന്നും ആരെങ്കിലും ആക്രമിക്കുമോ എന്ന് ഭയപ്പെട്ട് ഞാൻ പിറകോട്ടും മാറും. അങ്ങനെ മുന്നിൽ ആക്രമിക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ട് മുന്നിലേക്ക് മാറും. അങ്ങനെ മാറി മാറി പ്രവാചകരുടെ ശരീരത്തിന് ഒരു പോറൽ പോലും ഏൽക്കരുത് എന്ന അതിയായ താല്പര്യത്തോടുകൂടി സ്വന്തം ജീവൻ സമർപ്പിച്ചാൽ വേണ്ടിയില്ല പ്രവാചകന്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ സ്നേഹിച്ചതിന് മാതൃകയാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. സഹോദരിമാരെ, മരണം ഉറപ്പാണെന്ന് അറിഞ്ഞിട്ടും പതറിയില്ല സഹാബാക്കൾ. സ്വന്തം ജീവനേക്കാളും അവർ പ്രവാചകനെ സ്നേഹിച്ചിരുന്നു എന്നത് ഉദാഹരണങ്ങളാണ് ഇവയൊക്കെ. യാ മൂസ, യാ സക്കരിയ എന്നിങ്ങനെ മറ്റു നബിമാരെ ഖുറാനിൽ അള്ളാഹു പേര് വിളിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യാ റസൂൽ, യാ നബി എന്നിങ്ങനെയാണ് അഭിസംബോധന ചെയ്തത്. സൂറ ഹുജറാത്തിൽ 2-ാമത്തെ അധ്യായം യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹ്രി ബഅദികും ലിബഅദി അൻ തഹ്ബത അഅ്മാലുകും വഅൻതും ലാ തശ്ഉറൂൻ. സത്യവിശ്വാസികളെ, നിങ്ങളുടെ ശബ്ദങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തിന്റെ മേലെ നിങ്ങൾ ഉയർത്തരുത്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അന്യോന്യം ഒച്ചയിടുന്നത് പോലെ ഒച്ചയിടുകയും ചെയ്യരുത്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകാതിരിക്കാൻ വേണ്ടി എന്ന് ഖുർആനിൽ അള്ളാഹു നമ്മളെ ഉണർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ സാഹചര്യം ഒരു കൂട്ടം ബദുക്കളായ അറബികൾ നബിയെ മുഹമ്മദെ എന്ന് വിളിച്ചതിനാലാണ്. എന്നാൽ ഇത് നമുക്ക് ഇന്നും അത് നമ്മുടെ ജീവിതത്തിൽ അതെന്നും നമുക്ക് പാഠമായിരിക്കണം. ഈ ഒരു ആയത്ത് ഇറങ്ങിയ സന്ദർഭത്തിൽ ഒരു പ്രമുഖനായ സഹാബി, അദ്ദേഹത്തിന്റെ ശബ്ദം ജന്മനാ ഒരല്പം ശബ്ദം ഉയർന്ന ആളായിരുന്നു. അദ്ദേഹം തന്നെ കുറിച്ചാണ് ഈ ആയത്ത് എന്ന് കരുതി പുറത്തൊന്നും പോകാതെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. പള്ളിയിലേക്കും ദിവസങ്ങളായി അദ്ദേഹം വരാതായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അന്വേഷിക്കുവാനായി ആളെ വിട്ടു. അദ്ദേഹം വീട്ടിൽ കരഞ്ഞിരിക്കുകയായിരുന്നു. തന്റെ എല്ലാ അമലുകളും ബാത്തിലായിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയായിരുന്നു ആ സഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെ തന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഇത് താങ്കളോട് ഉദ്ദേശിച്ച് ഇറങ്ങിയതല്ല, താങ്കൾ തീർച്ചയായും സ്വർഗാവകാശികളുടെ കൂട്ടത്തിലാണ് എന്ന സന്തോഷ വാർത്തയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അൽഹംദുലില്ലാഹ്. അത്രയേറെ ശ്രേഷ്ഠതയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു നൽകിയത് എന്നാണ് നമുക്ക് ഖുർആനിലുടനീളം കാണാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ 114 അധ്യായങ്ങളിലായി 4 സ്ഥലങ്ങളിൽ മാത്രമാണ് പ്രവാചകന്റെ മുഹമ്മദ് എന്ന പേര് ഉപയോഗിക്കുന്നത്. അതിൽ ഒരു സ്ഥലത്ത് ഒഴികെ പ്രവാചകന്റെ പേരിനൊപ്പം
റസൂലുള്ള എന്നു പേരും ചേർന്നതായി കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. ഒന്നാമതായി സൂറ ആലിമ്രാനിലെ 144-ാമത്തെ ആയത്തിൽ വമാ മുഹമ്മദ് ഇല്ലാ റസൂലു ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, ഇത് ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട ആയത്തായിരുന്നു. മുഹമ്മദ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ റസൂൽ എന്ന് അള്ളാഹു ചേർത്തു. രണ്ടാമതായി സൂറ അൽ അഹ്സാബിൽ 40-ാമത്തെ വചനത്തിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ ഉടനെ റസൂലുള്ള എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർത്തതായി കാണാൻ പറ്റും. മാ കാന മുഹമ്മദും അബാ അഹദിൻ മിർ റിജാലികും വലാകിൻ റസൂലുള്ളാഹി വഖാതമുൻ നബിയ്യീൻ. മുഹമ്മദ്. മൂന്നാമതായി സൂറ ഫതഹിൽ അവസാനത്തെ വളരെ മനോഹരമായ ആയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഹു അലൽ കുഫാരി റഹമാഉ ബൈനഹും. അവിടെ മുഹമ്മദ് എന്ന് പറഞ്ഞ ഉടനെ റസൂലുള്ള എന്ന് ചേർത്തതായി കാണാൻ സാധിക്കും. നാലാമതാണ് റസൂലുള്ള എന്ന് ചേർക്കാണ്ട് മുഹമ്മദ് മാത്രം എന്ന് വന്ന ആയത്ത് സൂറ മുഹമ്മദിൽ മാത്രമായിട്ടാണ്. അവിടെ യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ള എന്ന് ചേർക്കാതിരുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഒരു വലിയ ആദരവായിട്ടാണ്. എങ്ങനെയെന്ന് വെച്ചാൽ മദീനയിൽ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുനാഫിക്കുകൾ പറയാൻ തുടങ്ങി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി സംസാരിക്കുന്ന സന്ദർഭത്തിൽ മാത്രം കേട്ടാൽ മതി, ആ സന്ദർഭത്തിൽ മാത്രം അനുസരിച്ചാൽ മതി, അങ്ങനെ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞ സന്ദർഭത്തിലാണ് അള്ളാഹു ഈ ആയത്തിറക്കുന്നത്. അദ്ദേഹം നമ്മെ പോലുള്ള വ്യക്തി മാത്രമാണ് എന്ന് ആ മുനാഫിക്കുകൾ പറഞ്ഞു നടക്കുന്ന സമയത്ത് ഈ സന്ദർഭത്തിൽ അള്ളാഹു സൂറ മുഹമ്മദിലെ വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി വആമനൂ ബിമാ നുസ്സില അലാ മുഹമ്മദിൻ വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം കഫറ അൻഹും സയ്യിആതിഹിം വഅസ്ലഹ ബാലഹും എന്ന ഈ ആയത്ത് അവതരിച്ചത്. അള്ളാഹു പറയുന്നു, റസൂലായിട്ടല്ല പ്രവാചകൻ എന്ന നിലയ്ക്ക് എല്ലാ സന്ദർഭത്തിലും അദ്ദേഹത്തെ അനുസരിക്കണമെന്ന് ഈ ആയത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ പ്രവാചകനെ ആദരിക്കുന്ന വചനമായിട്ടാണ് ഈ ആയത്തിറങ്ങിയത്. ഇന്നും ദൗർഭാഗ്യവശാൽ ഇത്തരം ആൾക്കാർ മുസ്ലിം ഉമ്മത്തിലുണ്ട്. അത് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് തർക്കിക്കുന്നവർ, ഖുർആൻ മാത്രം മതി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഇന്നുമുണ്ട്. അള്ളാഹു അത്തരക്കാർക്ക് ഹിദായത്ത് നൽകുമാറാവട്ടെ. ആമീൻ. സൂറ നിസായിൽ 65-ാമത്തെ ആയത്തിൽ അള്ളാഹുവിനെ തന്നെ സത്യം ചെയ്തു പറയുന്നു, നിന്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം. അവർക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്ന കാര്യങ്ങൾ അവർ നിന്നെ വിധികർത്താവാക്കുകയും നീ വിധികൽപ്പിച്ചതിനെ പറ്റി പിന്നീട് അവരുടെ മനസ്സുകളിൽ ഒരു വിഷമവും തോന്നാതിരിക്കുകയും അത് പൂർണ്ണമായി സമ്മതിച്ച് അനുസരിക്കുകയും ചെയ്യുന്നത് വരെ അവർ വിശ്വാസികളായിരിക്കില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ആരെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം പ്രീതി കാംക്ഷിച്ചുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അങ്ങനെയെങ്കിൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. അല്ലയോ സഹോദരിമാരെ, നമുക്ക് അതിന് കഴിയേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി അനുസരിച്ചവരുടെ സ്ഥാനം എന്നത് മഹാന്മാരുടെ കൂട്ടത്തിലാവുന്നു. ഒരു സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പരാതി പറയുകയാണ്, പ്രവാചകരെ, ഇപ്പോൾ അങ്ങയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ അങ്ങ് നമ്മുടെ മുമ്പിലുണ്ട്. നാളെ സ്വർഗത്തിൽ അങ്ങയെ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ. അങ്ങ് അമ്പിയാക്കന്മാരുടെ കൂടെ വലിയ വലിയ ആളുകളുടെ കൂടെ ആയിരിക്കുമല്ലോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സങ്കടപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനിയായിരുന്നു. പ്രവാചകർക്ക് അള്ളാഹുവിന്റെ വഹി വന്നു. ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുകയാണെങ്കിൽ അവർ അള്ളാഹു അനുഗ്രഹിച്ചവരായ നബിമാരുടെ, സത്യസന്ധന്മാരുടെ, ശുഹദാക്കളുടെ, സാലിഹ്യങ്ങളുടെ കൂടെയായിരിക്കും. അവർ എത്ര നല്ല കൂട്ടുകാർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. സഹോദരിമാരെ, ഈ സൗഭാഗ്യം കിട്ടാൻ പ്രവാചകൻ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും അനുസരിക്കുകയും പ്രവാചകൻ നിരോധിച്ച മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുവാനും ഒരു വിശ്വാസിക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോഴാണ് അവന്റെ സ്നേഹം യഥാർത്ഥമാവുന്നത്. നമുക്ക് ലഭിച്ച നന്മകൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ പരിശ്രമിക്കുന്നതും പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. ഇസ്ലാമിന്റെ ശത്രുവായിരുന്ന അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവിടുത്തെ അനുചരന്മാരോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ അനുചരന്മാരെയും കുറിച്ച് ഇപ്രകാരം പറയുന്നതായി കാണാം, അള്ളാഹുവാണ് സത്യം, മുഹമ്മദിന്റെ അനുചരന്മാർ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പോലെ അങ്ങേയറ്റത്തെ സ്നേഹം മറ്റൊരു സമുദായം അവരുടെ നേതാവിനെ സ്നേഹിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലോ നമ്മുടെ റസൂലിനോട് സഹാബാക്കൾക്ക്.
അതിന്റെ 4 അയലത്ത് പോലും ഞാനും നിങ്ങളും എത്തിയിട്ടുണ്ടോ സഹോദരിമാരെ? റസൂലിന്റെ വഫാത്തിന് ശേഷം ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഓടിപ്പോയി. എന്റെ റസൂൽ ഇല്ലാതെ മദീനയിൽ എനിക്ക് നിൽക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. ഈമാന്റെ മാധുര്യം നുകരുന്ന 3 വിഭാഗങ്ങളെ കുറിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ ഒരു വിഭാഗം അള്ളാഹുവും അവന്റെ പ്രവാചകനും മറ്റെല്ലാത്തിനേക്കാളും അവന് പ്രിയങ്കരനായി തീരുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ വജദ അലാവത്തുൽ ഈമാൻ, അവൻ ഈമാന്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മാധുര്യം ആസ്വദിച്ചവരാണ് സ്വഹാബാക്കൾ എന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുക. സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും പ്രവാചകന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴുന്നത് പോലും അവർ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കൂട്ടുകാരെ, നമ്മുടെ ഉമ്മയായ ഖദീജ ബീവിയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ജീവിതത്തിലൂടെ നമുക്കൊന്ന് അല്പം സഞ്ചരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖദീജ ബീവിയുടെയും കുടുംബം ഖുറൈശി ഗോത്രത്തിലാണ്. 10ഓളം ഗോത്രങ്ങൾ ചേർന്നതാണ് ഖുറൈശ്. അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത് ബനു ഹാഷിം ഗോത്രത്തിലാണ്. ഖദീജ റളിയല്ലാഹു അൻഹ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ബനു അസദ് ഗോത്രത്തിലാണ് ജനിക്കുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ 3 സഹോദരന്മാരും ഒരു സഹോദരിയുമാണുള്ളത്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരിയുടെ പേര് ഹാല എന്നാണ്. ഇവർ പിൽക്കാലത്ത് ഇസ്ലാമിൽ കടന്നു വന്നു. ഖദീജ ബീവിയുടെ സഹോദരന്റെ മകനാണ് ഹക്കീം ഇബ്നു ഹിസാം. ഇദ്ദേഹം ചരിത്ര പ്രസിദ്ധനാണ്. ഇദ്ദേഹമാണ് കഅബാലയത്തിനകത്ത് ജനിച്ച വീണ ചരിത്രത്തിലെ ഏക വ്യക്തി. ജാഹിലിയ കാലത്ത് ഇദ്ദേഹത്തിന്റെ ഗർഭിണിയായ മാതാവ് കഅബാലയം തവാഫ് ചെയ്യുന്ന സമയത്ത് പ്രസവ വേദന വരികയും ഉടനെ തന്നെ കഅബാലയത്തിനകത്ത് കയറി അവിടെ വെച്ച് മകനായ ഹക്കീം ഇബ്നു ഹിസാമിന് ജന്മം നൽകുകയായിരുന്നു. അങ്ങനെ കഅബാലയത്തിന്റെ അകത്ത് ജനിച്ച ഏക കുട്ടിയാണ് ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു. ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബിയായിരുന്നു. 120 വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിൽ പല ഉദ്ധരണികളും നമുക്ക് കിട്ടിയിരുന്നത് പ്രസിദ്ധമായ ഹക്കീം ഇബ്നു ഹിസാം എന്ന സ്വഹാബിയിലൂടെയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹിയുമായുള്ള വിവാഹം എങ്ങനെയെന്ന് വെച്ചാൽ, ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയെ കുറിച്ച് അറിയുന്നത് സഹോദരി ഹാലയിലൂടെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകാലത്ത് ചെയ്തിരുന്ന ജോലി ആട്ടിടനായിരുന്നുവല്ലോ, ആടുകളെ മേയ്ക്കുകയായിരുന്നല്ലോ. ആ കൂട്ടത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഹാലയുടെ ആടുകളെ മേച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയെ കുറിച്ച് ഹാല മതിയാവാതെ സംസാരിച്ചുകൊണ്ടിരുന്നു. ആ സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലുണ്ടായിരുന്നു. ഒരാളെ കുറിച്ച് ഇങ്ങനെ മദഹ് പറയുന്നത് കേട്ടപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഹൃദയത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനം പിടിച്ചു. ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് 2 പേരെ കല്യാണം കഴിച്ചിരുന്നുള്ളൂ. 2 പേരും മരണപ്പെട്ടു പോയി. ഒന്നാമത്തെ ആള് 2 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ വിവാഹത്തിൽ സന്താനമില്ലായിരുന്നു. രണ്ടാമത്തെ ഭർത്താവ് അതിസമ്പന്നനായിരുന്നു. അവർക്ക് മക്കളോ സഹോദരങ്ങളോ ഇല്ലാതിരുന്നതിനാൽ മുഴുവൻ സമ്പത്തും ഖദീജ റളിയല്ലാഹു അൻഹ ലഭിച്ചു. ബുദ്ധിമതിയായ ഖദീജ റളിയല്ലാഹു അൻഹ ആ സമ്പത്ത് വെച്ച് കച്ചവടം ചെയ്തു. അവരുടെ സമ്പത്ത് ഇരട്ടിക്കാൻ തുടങ്ങി. അങ്ങനെ മക്കയിലേക്ക് വരുന്ന കച്ചവട കാരവനിലെ ഏറ്റവും സമ്പത്ത് ഖദീജ റളിയല്ലാഹു അൻഹ ആയിരുന്നു. സമ്പത്ത് കൊണ്ട് മാത്രമല്ല, അവരെ നാട്ടുകാർക്ക് മുഴുവൻ ഇഷ്ടപ്പെട്ടിരുന്നത് ത്വാഹിറ എന്നായിരുന്നു അവർക്ക് നാട്ടുകാർ നൽകിയ പേര്. ത്വാഹിറ എന്ന് വെച്ചാൽ പരിശുദ്ധവതി എന്നാണ് അർത്ഥം. ഏറ്റവും വലിയ സമ്പന്ന സ്ത്രീയും അതുപോലെ തന്നെ ഏറ്റവും നല്ല കുടുംബവും അതിസുന്ദരിയുമായിരുന്നു അവർ. എല്ലാം ഒത്തിണങ്ങിയ സ്ത്രീ എന്ന നിലയ്ക്ക് രണ്ടാമത്തെ ഭർത്താവിന് ശേഷം പല പ്രമാണികളും വിവാഹാലോചനയുമായി വന്നിരുന്നു. അവർ അതിന് സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുന്നത്. ഖദീജ ബീവിയുടെ കച്ചവടം നടത്തിക്കൊടുക്കുന്നവർക്ക് ആ കച്ചവടം ചെയ്ത് വിറ്റ് കിട്ടുന്ന ഒരു പെർസെന്റേജ് കണക്കാക്കിയാണ് ശമ്പളം കൊടുത്തിരുന്നത്. അതിനെ മുലാറബ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് ഇസ്ലാമിലെ സാമ്പത്തിക ഇടപാടിൽ ഉള്ളതാണ്. അവർ നേരിടേണ്ടി വന്നിരുന്ന പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, അവരുടെ കച്ചവടം ചെയ്ത് കൊടുക്കുന്ന വ്യക്തികൾ അവരെ വഞ്ചിച്ചിരുന്നു എന്നതാണ്. സത്യസന്ധമായി കച്ചവടം നടത്തുന്ന ആളെ അവർക്ക് ലഭിച്ചിരുന്നില്ല. ഈ സന്ദർഭത്തിലാണ് അൽ അമീനായിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകരെ അവർ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് എന്റെ കച്ചവടം താങ്കൾ ചെയ്തു തരുവാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുറത്തുപോയി കച്ചവടം ചെയ്ത് പരിചയമൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഖദീജ ബീവിയുടെ ഓഫർ തള്ളിക്കളയാനും പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബുമായി കൂടി ആലോചിച്ചതിന് ശേഷം ഈ കച്ചവടം ഏറ്റെടുക്കുകയായിരുന്നു.
കച്ചവടത്തിന്റെ ലാഭത്തിന്റെ 50% ഓഫറായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയിരുന്നത്. ആ ഓഫർ സ്വീകരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ റളിയല്ലാഹു അൻഹയുടെ കാരവനുമായി യാത്ര പുറപ്പെട്ടു. റസൂലുള്ളാഹിക്ക് സഹായിയായി ഖദീജ ബീബി തന്റെ ഭൃത്യനായിരുന്ന മൈസറയെ കൂടെ അയക്കുകയായിരുന്നു. റസൂലുള്ളാഹിയുമായി യാത്ര ചെയ്തപ്പോൾ ഇത്രയും കാലം കണ്ടിട്ടില്ലാത്ത ഒരു അനുഭവമായിരുന്നു മൈസറയ്ക്ക്. റസൂലുള്ളാഹിയുടെ പെരുമാറ്റ രീതി, സംസാരം ഇതെല്ലാം മൈസറയെ ആകർഷിച്ചു. കൂടാതെ യാത്രയിൽ നിരവധി അത്ഭുതങ്ങൾ മൈസറ സാക്ഷിയായിരുന്നു. യാത്രയിലുടനീളം പ്രവാചകന് തണൽ നൽകാൻ ഒരു മേഘം അദ്ദേഹത്തെ പിന്തുടരുന്നതായി മൈസറ കണ്ടു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കാനായി ഒരു പ്രത്യേക മരത്തിനടിയിൽ ഇരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ സൂര്യപ്രകാശം വരുന്നത് കണ്ടപ്പോൾ ആ വൃക്ഷം സ്വയം തിരിഞ്ഞ് പ്രവാചകന് തണൽ നൽകുന്നു. ഇതൊക്കെ ഒരു പുരോഹിതൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ ആ പുരോഹിതൻ തന്റെ മഠത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മൈസറയോട് ചോദിച്ചു, ആരാണിത്? ആ വൃക്ഷത്തിനിടയിൽ കിടക്കുന്ന ആൾ ആരാണ്? മൈസറ പറഞ്ഞു, അത് മുഹമ്മദ് ഇബ്നു അബ്ദുല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു എന്ന്. ആ സന്ദർഭത്തിൽ ആ പുരോഹിതൻ പറഞ്ഞു, ഈ കാണുന്ന വൃക്ഷത്തിനടിയിൽ ഒരു പ്രവാചകനല്ലാതെ ഇന്നേ വരെ വിശ്രമിച്ചിട്ടില്ല എന്ന്. ജോർദാൻ മരുഭൂമിയിൽ ആ വൃക്ഷം ഇന്നും അവിടെ നിൽക്കുന്നതായാണ് അറിയപ്പെടുന്നത്. അല്ലാഹു അഅലം. ആ യാത്ര കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൈസറയും തിരിച്ചെത്തി. അത്ഭുതം എന്തെന്ന് പറയട്ടെ, 3 ഇരട്ടി ലാഭമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തുന്നത്. അതിലൊരു കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൈവച്ചാൽ അതിലൊരു ബർക്കത്ത് ഉണ്ടാവും എന്നതാണ്. ആ ലാഭവിഹിതം ഖദീജ റളിയല്ലാഹു അൻഹയെ ഏൽപ്പിച്ചപ്പോൾ ഓരോ കണക്കും കൃത്യമായി കൊടുക്കുകയായിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ വല്ലാതെ അത്ഭുതപ്പെട്ടു. ഇത്രയും കാലം കച്ചവടം ചെയ്ത് ഇത്രയും ലാഭം കിട്ടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും അവരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. കൂടെ പോയ മൈസറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വാതോരാതെ വർണ്ണിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൽക്കാലത്തെ ഒരു സംഭവം ഇവിടെ ഓർമ്മിക്കുകയാണ്. ഒരാളെ നിങ്ങൾ മനസ്സിലാക്കാൻ 3 കാരണങ്ങളാണ് ഉള്ളതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതിൽ ഒന്നാമതായി അയാളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുക. സാമ്പത്തിക ഇടപാട് നടത്തിക്കഴിഞ്ഞാൽ അയാളുടെ തനിനിറം അറിയാൻ പറ്റും എന്നാണ്. രണ്ടാമതായി നബി പഠിപ്പിച്ചത് അയാളുടെ കൂടെ യാത്ര ചെയ്യുക എന്നതാണ്. സുദീർഘമായ യാത്രയ്ക്ക് ഒരാളുടെ കൂടെ പോകുന്ന സന്ദർഭത്തിൽ അയാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ പോകാനാവുമെന്നാണ്. റസൂലുള്ള മൂന്നാമതായി പറഞ്ഞത് അയാളുടെ അയൽവാസിയായി നീ താമസിക്കുക, അതിലൂടെയാണ് ഒരാളെ അറിയാൻ പറ്റുക എന്ന മാർഗവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ 2 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഖദീജ റളിയല്ലാഹു അൻഹ കാണുകയാണ്. ആ സന്ദർഭത്തിലാണ് ഖദീജ ബീവി നബിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നത്. സുന്ദരനും ആരും ഇഷ്ടപ്പെടുന്ന വ്യക്തിയും സത്യസന്ധൻ അൽ അമീൻ, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ ആരാണ് ആഗ്രഹിക്കാതിരിക്കുക? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരാളോട് ഇഷ്ടം തോന്നുക എന്നത് സ്വാഭാവികമാണ്. ആ നിലക്ക് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഇഷ്ടം തോന്നിയാൽ ആ വ്യക്തിയുടെ വലിയനെ അറിയിക്കുകയും അതിനെ തെറ്റായ മാർഗത്തിൽ ഉപയോഗിക്കാതെ ഇസ്ലാം നിർദ്ദേശിക്കുന്ന രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്ലാം അനുവദിക്കുന്നു എന്നതാണ്. ഖുർആനിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രവും ഇതിന് ഉദാഹരണമാണ്. ഖദീജ ബീവി ഈ കാര്യം അവരുടെ അടുത്ത സുഹൃത്തായ നഫീസ ബിന്ത് മുനവ്വർ എന്നവരെ അറിയിക്കുകയായിരുന്നു. അങ്ങനെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ പോയി സംസാരിച്ചു. അങ്ങനെ അബൂ താലിബ് വഴി ഈ വിവാഹം നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 20 റുഖ്യ മഹർ നൽകിയെന്നും ഖദീജ ബീവി മക്കയിലുള്ള എല്ലാവർക്കും വലിയ അറവ് നടത്തി വിവാഹ വിരുന്ന് ഒരുക്കിയെന്നും ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിയുടെ പ്രായം 25 ആണ് എന്നതിൽ തർക്കമില്ല. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പ്രായം നാം ചെറുപ്പം മുതലേ കേട്ടത് 40 വയസ്സ് എന്നാണല്ലോ. പക്ഷെ അത് പ്രബലമായ അഭിപ്രായങ്ങളിൽ ഒന്ന് മാത്രമാണ്. വേറെയും പല അഭിപ്രായങ്ങളിൽ 28 എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഉദ്ധരണിയിൽ 28 വയസ്സെന്നാണ്. ഖദീജ ബീവിക്ക് ഭൂരിപക്ഷ അഭിപ്രായവും 28 ആണെന്നാണ്. 50-ാം വയസ്സിൽ ഖദീജ റളിയല്ലാഹു അൻഹ മരണപ്പെട്ടു എന്നുമാണ് കാണാവുന്നത്. നമുക്ക് ചിന്തിക്കാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 40 വയസ്സിൽ കല്യാണം കഴിഞ്ഞാൽ അവർക്ക് 6 മക്കളും അവർക്ക് 6ഓളം സന്താനങ്ങൾ പിറക്കുന്നുണ്ട് എന്നും 3 പെൺമക്കളുടെ കല്യാണം കഴിയുന്നുണ്ടും ഖദീജ ബീവി 50-ാമത്തെ വയസ്സിൽ മരണപ്പെടുന്നുണ്ടുമെന്നും ഇത് നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമാണ്. സമയക്കുറവ് കൊണ്ട് ഞാൻ ഇതൊന്നും ഇവിടെ വിവരിക്കുന്നില്ല. ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഈ അഭിപ്രായത്തിൽ യോജിക്കുന്നു. അല്ലാഹു അഅലം. ഖദീജ ബീവിക്ക് റസൂലുള്ളാഹിയേക്കാൾ വയസ്സ് കൂടുതൽ എന്നത് ശരിയാണ്. പക്ഷെ വിമർശകർ 40 എന്ന് പറഞ്ഞ് വിമർശിക്കുന്നു. പക്ഷെ അതൊന്നും അക്കാലത്ത് മക്കയിൽ ഏതൊരു സ്ത്രീയും റസൂലുള്ളാഹിയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. ആ സന്ദർഭത്തിൽ ബഹുഭാര്യത്വം സർവ്വസാധാരണയായിരുന്നു.
പ്രവാചകൻ ഒരിക്കൽ പോലും ഖദീജ ബീവിയുടെ മരണത്തിന് മുമ്പ് മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല. പ്രധാനമായും പറയാനുള്ളത് അന്യായമായി ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ പവിത്രമായി ഒരേ ഒരു ഭാര്യയിൽ ജീവിച്ചു എന്നതാണ്. വിമർശകർക്ക് ഒക്കെയുള്ള മറുപടിയാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ചില പാഠങ്ങൾ റസൂലുള്ളാഹിയുടെ സത്യസന്ധതയും സ്വഭാവവും നേരിട്ട് അറിഞ്ഞ സന്ദർഭത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ അവരെ സ്വീകരിക്കുന്നത്. മക്കയിലെ സമ്പന്നയായ സ്ത്രീ റസൂലുള്ളാഹിയെ വിവാഹം കഴിക്കാൻ കാരണമായത് റസൂലുള്ളാഹിയിലുള്ള സത്യസന്ധതയാണ്, സ്വഭാവമാണ്. ഏതൊരാളും ആഗ്രഹിക്കുന്ന മനുഷ്യന് വേണ്ട എല്ലാ സ്വഭാവ ഗുണങ്ങളുമാണ് റസൂലുള്ളാഹിക്ക് ഈ സൗഭാഗ്യം ലഭിക്കാൻ കാരണമായത്. തിരിച്ച് ഖദീജ റളിയല്ലാഹു അൻഹയിലേക്കും നോക്കിയാലും ഖദീജ ബീവിയുടെ മഹത്വം നമുക്ക് കാണാൻ കഴിയും. അനാഥയായ റസൂലുള്ളാഹിയെ സ്വഭാവം നോക്കി മാത്രമാണ് വിവാഹം കഴിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൽക്കാലത്ത് നമ്മോട് പറയുന്നതും ഇതാണ്. സമ്പത്തോ തറവാടോ നോക്കാതെ സ്വഭാവം, അതായത് ദീൻ നിങ്ങൾ നോക്കുക എന്ന് പറയുന്നതും ഈ വിവാഹം നമുക്ക് മാതൃകയാക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരാനിരിക്കുന്ന ദൗത്യത്തിന് താങ്ങും തണലുമായി റസൂലുള്ളാഹിക്ക് പക്വതയുള്ള ഒരു സ്ത്രീയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഏത് ഉന്നതിയിൽ എത്തുന്ന പുരുഷന്റെ പിന്നിലും ഒരു സ്ത്രീ ഉണ്ടെന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ റസൂലുള്ളാഹി ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിക്ക് ആശ്വാസമായിട്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നത് എന്നതാണ്. പിന്നീട് റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഉടനീളം ഖദീജ റളിയല്ലാഹു അൻഹയെ അനുസ്മരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് റസൂലുള്ളാഹിക്ക് ദീനീ മാർഗത്തിൽ ഏറെ ആശ്വാസം നൽകുന്നുണ്ടായിരുന്നു. അല്ലാഹു സൂറ ളുഹയിൽ വവജദക വാലം ഫഹദ, ദരിദ്രനായ നിനക്ക് നാം സമ്പത്ത് നൽകിയില്ലേ എന്ന് ചോദിക്കുന്നു. ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഖദീജ റളിയല്ലാഹു അൻഹയിലൂടെ അല്ലാഹു നബിക്ക് സമ്പത്ത് നൽകിയെന്ന്. സത്യസന്ധനായി എങ്ങനെ കച്ചവടം ചെയ്യാമെന്ന് ഈ സന്ദർഭത്തിലൂടെ നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരുന്നു. സത്യസന്ധനായ കച്ചവടം ചെയ്യുന്ന ആൾ നാളെ പ്രവാചകന്മാരുടെ കൂടെ ഉയർത്തി എഴുന്നേൽപ്പിക്കും എന്നതാണ്. കാരണം അത്രയ്ക്ക് പ്രയാസം നേരിടുന്ന ഒരു കാര്യമാണിത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖദീജ റളിയല്ലാഹു അൻഹയിൽ ഉണ്ടായ സന്താനങ്ങളാണ് ഖാസിം, സൈനബ, റുഖിയ, ഉമ്മു കുൽസൂം, ഫാത്തിമ, അബ്ദുല്ല. മൊത്തം 7 സന്താനങ്ങളിൽ 6 പേരും ഖദീജ റളിയല്ലാഹു അൻഹയിലാണ് പിറക്കുന്നത്. റസൂലുള്ളാഹിയുടെ 2 ആൺമക്കളും പെട്ടെന്ന് മരണപ്പെടുകയാണ്. അബ്ദുല്ല എന്ന മകൻ മരിച്ചപ്പോഴാണ് റസൂലുള്ള കരഞ്ഞത്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നബിയെ, റസൂലെ, താങ്കളും കരയുകയാണോ? ആ സന്ദർഭത്തിൽ റസൂലുള്ള നൽകിയ മറുപടി ഹദീസുകളിൽ കാണാം. മാരിയത്തുൽ ഖിബ്തിയ എന്ന സ്ത്രീയിൽ ഇബ്രാഹിം എന്ന പുത്രനുണ്ടായി. ഇവരും ചെറുപ്പത്തിൽ മരണപ്പെട്ടു. 7 മക്കളിൽ 6 പേരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടു. ഫാത്തിമ ബീവി റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം 6 മാസം കൊണ്ട് മരണപ്പെടുകയും ചെയ്തെന്നാണ് ഹദീസിൽ കാണാൻ പറ്റുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, അമ്പിയാക്കളുടെ കൂടെ, നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. اللهم اغفر لي ولوالدي والمؤمنين والمؤمنات والمسلمين والمسلمات أحياهم من أموات. اللهم إني عبدك وابن عبدك وابن أمتك ناصيتي بيدك ماض في حكمك عدل في قضاءك أسألك بكل اسم هو لك سميت به نفسك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب